അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വർത്താനം? കുറെയായി നമ്മൾ കണ്ടിട്ട്. എന്റെ കൂടെ നമ്മളെ സുഹൃത്ത് ദാവൂസക്കാഫി ഉസ്താദ് ഉണ്ട്. ഞങ്ങളിങ്ങനെ കോഴിക്കോട് പോവാണ്. പിന്നെ മുഹറം ആണല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു. ഉസ്താദ്, മുഹറത്തെ കുറിച്ച് ചെറിയൊരു ഒരു വിശദീകരണം. ഉം. ഏഹ്? ഇൻഷാ അല്ലാഹ്. മുഹറം എന്ന് പറഞ്ഞാല് അള്ളാഹു വലിയ ആദരവ് കൊടുത്ത മഹത്വം പറഞ്ഞ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു ആദരിച്ച മാസം എന്ന നിലയ്ക്ക് അള്ളാഹു ആദരിച്ചതിനെയും ബഹുമാനിച്ചതിനെയൊക്കെ ആദരിക്കൽ വിശ്വാസികളുടെ കടമയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുഹറത്തെ പരിചയപ്പെടുത്തിയപ്പോ, അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോ നമ്മോട് പറഞ്ഞത് ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ്. അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. നബി തങ്ങൾ പറയുന്നുണ്ട്, റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹറത്തിലാണ്. അവിടെ മുഹറത്തെ പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തിയത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം. പിന്നെ അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ് മുഹറത്തെ പരിചയപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെ ഈ മുഹറത്തിന് വലിയ മഹത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതിനൊക്കെയും വലിയ മഹത്വം ഉണ്ട്, അത് ആദരിക്കേണ്ടതാണ്. അതിനെ ആദരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് മുൻകാല ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും. ഇതുപോലെ ഇടയിൽ ചോദിക്കാണ്, നോമ്പിനെ കുറിച്ചും ഒരു ഹദീസില്ലേ? നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അള്ളാഹ് പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അത് നോമ്പ് നേരിട്ടിട്ട് അള്ളാഹുമായി കണക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത്രയും പവിത്രത ഉണ്ടെന്ന് അറിയിക്കാനാണ് അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് നോമ്പിനെയും പറഞ്ഞത്. അപ്പൊ ഈ കഅബയെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് ബൈത്തുള്ളാണ്. കഅബ ബൈത്തുള്ളാണ്, അള്ളാഹുവിന്റെ വീടാണ് കഅബ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയെ അത്രയും പരിശുദ്ധമായ ഒന്നാക്കിയത് കൊണ്ട് തന്നെ കഅബയെ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ അബറഹത്തിന്റെ സംഭവം ഉണ്ടല്ലോ, കഅബ പൊളിക്കാൻ വന്നു ആനക്കല സംഭവം. ഈ ആനക്കല സംഭവത്തിന്റെ അവിടെ അള്ളാഹ് നേരിട്ടിട്ട് അബറഹത്തിനെയും സംഘത്തെയും ഒതുക്കിയത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ അറബികൾക്ക് ഈ ആന അന്ന് വലിയ പരിചയമുള്ള മൃഗമല്ല, കാരണം അവിടെ ഒട്ടകവും കുതിരയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ അബ്രഹത്ത് ആനക്കല സംഭവത്തിന് കുറെ ആനയുടെ പുറത്ത് പരിവാരങ്ങളുമായിട്ട് വരുന്നത്. അവരെ ഈ മിനയുടെയും മുസ്ദലിഫയുടെയും ഇടയിലുള്ള വാദി മോസർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിമിഷ നേരം കൊണ്ടാണ് അള്ളാഹു നാമാവശേഷമാക്കിയത്. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞ ചവച്ചരക്കപ്പെട്ട വൈക്കോലുകളെ പോലെയാക്കി. അതേപോലെ സാലിഹ് നബിയുടെ ഒട്ടകത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒട്ടകം. അപ്പൊ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ മോചിതത്തായിരുന്ന ആ ഒട്ടകത്തിനെ അന്നത്തെ ആളുകൾ ഉപദ്രവിച്ചപ്പോ വിശുദ്ധ ഖുർആനിൽ എന്ന് പറയുന്നുണ്ട്, ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. അവരുടെ തെറ്റ് കാരണം, ദോഷങ്ങൾ കാരണം അള്ളാഹു അവരെ നിലംപരിശാക്കി കളഞ്ഞു. അവർ ചെയ്ത പണി ഈ സാലിഹ് നബിയുടെ ഒട്ടകത്തെ കൊന്നു എന്നുള്ളതാണ്. അപ്പൊ നാക്കത്തുള്ള എന്നാണ് സാലിഹ് നബിയുടെ ഒട്ടകത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതിനൊക്കെയും വലിയ മഹത്വമുണ്ട്. അതിനെ, ആ മഹത്വം അതുപോലെ നമ്മൾ ഉൾക്കൊള്ളാതെ ഒരു അനാദരവ് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ ഫലമായി പലതും നമുക്ക് നൽകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മുഹറത്തിനെ നമ്മൾ അങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. വിധങ്ങൾ തന്നെ മുഹറത്തെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാന്റെ മാസമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ മുഹറവുമായി നമ്മൾ കളിക്കാൻ പാടില്ല. ഇപ്പൊ മുഹറം 9 പാസ്വാന്റെ നോമ്പ് ദിവസമാണ്. മുഹറം 10 പിന്നെ 11 ഒക്കെ നോക്കണം. മുഹറം 10ന്റെ നോമ്പ് എന്നുള്ളത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ, ഈ മുഹറം 10ന്റെ നോമ്പ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ നോൽക്കാറുണ്ടായിരുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഈ നോമ്പ് അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ മുൻകാല പ്രവാചകന്മാരൊക്കെ നോക്കി വന്നതിന്റെ തുടർച്ചയായിട്ട് സംഭവിക്കുന്നതാണ്. ജനവിധങ്ങൾ മദീനത്തെത്തിയ സമയത്ത് യഹൂദികളെ കണ്ടൊരു സന്ദർഭം വളരെ എല്ലാവർക്കും സുപ്രസിദ്ധമായിട്ട് അറിയുന്ന ഒരു കാര്യം. അപ്പോ നിബിധങ്ങൾ ചോദിക്കേണ്ടത്, അവരൊക്കെ നോമ്പുകാരാണ്, എന്താണ് ഇന്നത്തെ പ്രത്യേകത, എന്താണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ കാരണം? അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ഞങ്ങളുടെ പ്രവാചകനെ ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷം എന്ന നിലയ്ക്ക് നോമ്പ് അനുഷ്ഠിച്ചതാണ്. നബിതങ്ങളുടെ മറുപടി, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധമുള്ള ആള് ഞാനാണ്. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അപ്പൊ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും
ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് മുഹറം 10 നോമ്പിനെയും ഇനി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോൽക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, ഒരു ഇബാദത്താണെങ്കിൽ പോലും, ആരാധനയാണെങ്കിൽ പോലും ഒരു നിലക്കും നമ്മൾ മറ്റു മതങ്ങളോട് ഒരു താരതമ്യം മറ്റു മതങ്ങളോട് ഒരു നിലക്കും തുല്യമാവരുത്. മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ആരാധനകൾക്ക് അവരെ ആരാധിച്ചോട്ടെ, അവരാഘോഷിച്ചോളട്ടെ, അതിന് നമ്മളൊരു തടസ്സം വെക്കണ്ട. എന്നാൽ ആരാധനയിൽ പോലും മറ്റു മതങ്ങളുടെ ഒരു കലർപ്പവും നമുക്ക് ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, ഒരാൾക്ക് മുഹറം 9 നോമ്പനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാള് മുഹറം 10-നും 11-നും കൂടി നോക്കട്ടെ എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ട 2 ദിവസങ്ങളാണ് മുഹറം 9-ഉം 10-ഉം. കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചരിത്ര സംഭവങ്ങളൊക്കെ കിതാബുകളിൽ കാണാം. എല്ലാ പ്രവാചകന്മാർക്കും അതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളുണ്ട് എന്നാണ്. അവരുടെ വിജയത്തിന്റെയും അള്ളാഹു അവർക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന്റെയും ഒക്കെ കഥ മുഹറം 10-ന് ആശൂറായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് നല്ലൊരു തുടക്കമാവട്ടെ മുഹറം മാസം. നമ്മുടെ അറബി മാസങ്ങളിൽ ഫസ്റ്റ് മാസമാണല്ലോ. വിഷുവൽ ജനുവരി നമ്മൾ വളരെ വിപുലമായിട്ട് നമ്മളെ ആളുകൾ അതിനെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബിയിലെ മുഹറമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അപ്പൊ അതനുസരിച്ച് എല്ലാവർക്കും ഇതൊരു നല്ല തുടക്കമാവട്ടെ, നല്ല നല്ല അഴമാലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വരും ദിവസങ്ങൾ വീഡിയോകൾ വരും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വാഹമത്തുള്ളാഹി.